ലോകത്തെ അമൂല്യ നിധിശേഖരങ്ങളായ പുരാവസ്തുക്കൾ ദിവസേന പതിനായിരക്കണക്കിന് പേർ എത്തുന്ന സഞ്ചാര കേന്ദ്രം. പക്ഷേ ഇവിടം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മെയ്വഴക്കവും കരുത്തും ബുദ്ധിയുമുള്ള മോഷ്ടാക്കൾക്കാണ്. ലോകത്തെ മുഴുവൻ അമ്പരപ്പിലാക്കി പാരീസിലെ ലൂവ്രെ മ്യൂസിയം വീണ്ടും മോഷണം നടന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അതീവ സുരക്ഷാ വലയം ഭേദിച്ച് പട്ടാപ്പകൽ നടന്ന ഒരു അതിസാഹസിക കൊള്ളയെ തുടർന്ന് മ്യൂസിയം അടച്ചുപൂട്ടാൻ വരെ തയ്യാറായെന്നാണ് പറയുന്നത്. ഫ്രഞ്ച് കിരീടാഭരണങ്ങളുടെ ആസ്ഥാനമായ അപ്പോളോ റൂമിൽ നിന്നാണ് ഫ്രഞ്ച് സർക്കാർ വിലമതിക്കാനാവാത്തവ എന്ന് വിശേഷിപ്പിച്ച ആഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നത്. വെറും 7 മിനിറ്റിനുള്ളിൽ നടന്ന കവർച്ച മോഷണ ചരിത്രത്തിൽ തന്നെ മറ്റൊരു അധ്യായമായി മാറിയിരിക്കുകയാണ്. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറന്റ് സുനേസിന്റെ അഭിപ്രായത്തിൽ വളരെ സംഘടിതരും പരിചയസമ്പന്നരുമായ ഒരു ചെറിയ കൂട്ടം കുറ്റവാളികളാണ് അതിവേഗം കവർച്ച നടത്തിയത് എന്നാണ്. വ്യക്തമായും ഒരു സംഘം സ്ഥലം പരിശോധിക്കുകയായിരുന്നു. വളരെ പരിചയസമ്പന്നരായ ഒരു സംഘമായിരുന്നു അത്. വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. മോഷ്ടാക്കൾ ട്രക്കിൽ ഘടിപ്പിച്ച ചരക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഒരു ജനാലയിലൂടെ ലൂവ്രയിലേക്ക് പ്രവേശിച്ചതായി സംശയിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ആംഗിൾ ഗ്രൈഡൻ ഉപയോഗിച്ച് അവർ അപ്പോളോ റൂമിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നു. വെറും 7 മിനിറ്റിനുള്ളിൽ മോഷണം പൂർത്തിയാക്കിയ ശേഷം അവർ മോട്ടോർ സൈക്കിളുകളിൽ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുള്ള ഈ കവർച്ച മ്യൂസിയത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളെയും എടുത്തു കാട്ടുന്നുണ്ട്. 1911 മോണോലിസയുടെ മോഷണമാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയം മോഷണമായി കണക്കാക്കപ്പെടുന്നത്. 1911 ഓഗസ്റ്റ് 21 മ്യൂസിയം ജീവനക്കാരന്റെ വേഷം ധരിച്ചെത്തിയ ഇറ്റാലിയൻ നിർമ്മാണക്കാരായ വിൻസെൻസോ പെറൂഗിയയാണ് ഇത് മോഷ്ടിച്ചത്. രാത്രി മുഴുവൻ ഒളിച്ചിരുന്ന ഇയാൾ പിറ്റേന്ന് രാവിലെ പെയിന്റിംഗ് കോട്ടിനടിയിൽ ഒളിപ്പിച്ച് കടക്കുകയാണ് ചെയ്തത്. 2 വർഷത്തിന് ശേഷം 1913 ഇറ്റലിയിൽ നിന്ന് ഇത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 1971 കോർബറ്റിന്റെ ദി വേവ് മോഷണവും പ്രശസ്തമാണ്. ഗുസ്താവ് കോർബറ്റിന്റെ ദി വേവ് എന്ന പെയിന്റിംഗ് 1971 മോഷണം പോയിട്ടുണ്ട്. ഈ മോഷണത്തിന്റെ വിശദാംശങ്ങൾ ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുകയാണ്. ആ പെയിന്റിംഗ് ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാവില്ലെന്നാണ് ഫ്രഞ്ച് സർക്കാർ തന്നെ പറയുന്നത്. ചാർഡിന്റെ നിശ്ചല ജീവിതത്തിന്റെ തിരോധാനമാണ് അടുത്ത മോഷണം. ജീൻ ബാപ്റ്റിസ്റ്റ് സിമിയോൺ ചാർഡിൻ രചിച്ച സ്റ്റിൽ ലൈഫ് വിത്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ആർട്സ് എന്ന ചിത്രത്തിന്റെ തിരോധാനവും ഒരു നിഗൂഢതയായി തുടരുകയാണ്. പെയിന്റിംഗ് കാണാതായെങ്കിലും അതിന്റെ കൃത്യമായ സമയക്രമവും സാഹചര്യങ്ങളും ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. 1983 2 സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരു മോഷണ ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ സംഭവത്തിൽ ചരിത്രപരമായ നിരവധി കവചങ്ങൾ വിജയകരമായി മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. ചില ശേഖരങ്ങൾക്ക് മെച്ചപ്പെട്ട സംരക്ഷണം ആവശ്യമാണെന്ന ആവശ്യം ഈ സംഭവത്തോടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പുരാതനമായ മോണോലിസയുടെ മോഷണം മുതൽ അതിവേഗം നടന്ന കിരീടാഭരണങ്ങളുടെ ഈ പുതിയ കവർച്ച വരെ ലൂവ്രെ മ്യൂസിയം സുരക്ഷാ വീഴ്ചകളുടെ ഒരു നീണ്ട ചരിത്രം തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാഹസിക മോഷണം മ്യൂസിയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം കാലഹരണപ്പെട്ടതാണ് എന്ന് ലോകത്തിനു മുന്നിൽ ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്.